ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ് കേട്ടോ അന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കടലമാവ്, മൈദ, അരിപ്പൊടി കേട്ടോ. ഇത് 3 ഈക്വലായിട്ട് ഒരു കപ്പാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ അതിലേക്ക് ഇനി കുറച്ച് മസാലപ്പൊടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പച്ചമുളക് ഇടാമെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. ഞാനിവിടെ കുട്ടികൾക്ക് കൊടുക്കുക കാരണം പച്ചമുളക് ഇടുന്നില്ല കേട്ടോ. അത് നമുക്ക് വലിയവർക്കാണെന്നുണ്ടെങ്കിൽ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയില, അതേപോലെ തന്നെ 1 കപ്പ് സവോള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചത്, കറിവേപ്പില കേട്ടോ, ഇഞ്ചി, ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ 1 കപ്പ് പൊട്ടറ്റോ ആണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ടൊരു ഇതിൽ വെച്ചിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് അതേപോലെ എടുക്കുക കേട്ടോ. അതാണ് നമ്മളിതിലേക്ക് മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു കൈയോ സ്പൂണോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. നമുക്ക് എണ്ണയിലേക്ക് ഇടാനുള്ള ആ ഒരു പരുവത്തിലാക്കിയിട്ട് നന്നായിട്ട് അതൊന്ന് കുഴച്ചെടുക്കുക. അതിന് ശേഷം ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അത് ചൂടായി വന്നതിന് ശേഷം ഇത് ഓരോന്നായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് പൊരിച്ചെടുക്കുക കേട്ടോ. ഇത്രയേ വേണ്ടുള്ളൂ. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. കുട്ടികളൊക്കെ 4 മണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരമാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ വിശേഷമൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബായ്.